ഹായ്, നല്ലൊരു ഗുഡ് മോർണിംഗ്. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പോവാറായി. എന്നാലും ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകാറുണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സുധിയുടെ ഒരു വീഡിയോ കണ്ടേ. അപ്പോൾ കൊല്ലം സുധിയും ഇനിയിപ്പോൾ കൊല്ലം സുധിയും കൊല്ലം രേണു അല്ല, സുധി രേണു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പല പേരിൻ്റെ രേണു അല്ലേ, അപ്പോൾ ഇനി അങ്ങനെ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രേണുവും കൂടിയിട്ട് ചെയ്യുന്ന ഒരു ഓഡിയോ ആണ് ഞാൻ കേട്ടത്. അതായത് അഖിൽ എന്ന് പറഞ്ഞ ചെക്കൻ ഗൾഫിൽ മറ്റേ അങ്ങാണ്ടെന്നൊന്നും അതിൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നത്. അതായത് ശ്രുതി പറയണു, അഖിലേ എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട്, അഖിലേ നിനക്ക് സഹായിക്കാൻ പറ്റിയ മനസ്സ് വലിയൊരു തന്നെ. അപ്പോൾ അവൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് അവർ രണ്ടുപേരും കൂടിയിട്ട് ജീവിക്കാൻ മാർഗമില്ലാത്തപ്പോൾ ഒരുപാട് ആൾക്കാരിൽ നിന്ന് അവിടെ സഹായം കിട്ടിയിട്ടാണ് അവൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അവൾ അതെല്ലാം മറന്നു. ഒരു വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ ഇനി പറയാത്തതില്ല. അവളുടെ അച്ഛനാണെങ്കിൽ ഈ കുരങ്ങന്മാരിനെ പോലെ എല്ലാ ചുമരും ഇങ്ങനെ ഞോണ്ടി നോക്കലാണ്. അയാൾക്ക് വേറെ പണിയും തരമൊന്നുമില്ലല്ലോ, പണിക്ക് പോകണ്ടെങ്കിലല്ലേ സമയം കൊള്ളുള്ളൂ. ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ എന്താ ഞാൻ പറയാം, അഴിഞ്ഞാടി നടക്കുക എന്ന് തന്നെ പറയാം. പിന്നെ ഇന്നലെ ഒരു വീഡിയോ കണ്ടാൽ ഒരു 10-13 ആൾക്കാരുടെ ഇടയിൽ അവൾ ഒരു പെണ്ണ് മാത്രം നിന്നിട്ട് തെയ്യം കളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എന്താ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. ഇന്ന് ആണ് വേറെ പെണ്ണ് വേറെ എന്നൊന്നുമില്ല, എന്നാലും ആണ് വേറെ പെണ്ണ് വേറെ എന്നുണ്ട്. ഇവൾ കാട്ടിക്കൂട്ടി നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നമുക്കൊക്കെ അവൾ ജീവിച്ച ആ ജീവിതമൊക്കെ ശരിക്കും. പിന്നെ അവൾ ഒരു ഫാഷൻ ഷോയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അതിന് പോയി പറഞ്ഞിട്ട് അവളുടെ ഒടുക്കത്തെ കുട്ടി ചോദിച്ചു, എന്താ അമ്മ ജാക്കറ്റ് ഇടാണ്ട് സാരി ഉടുത്തിരിക്കണം എന്ന് ചോദിച്ചു. ആ കുട്ടിക്കറിയോ ഇവളിപ്പോൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കണമെന്നുള്ളത്. ഇവൾ ഈ കാട്ടിക്കൂട്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് നടന്നാലും ആ ചെറിയ കുട്ടി വയസ്സാകുമ്പോൾ ഇവളൊരു ഇച്ചിപ്പോ എന്നല്ലേ വിചാരിക്കുക. നാണം മാനം തൊലി എന്നൊക്കെ ഉണ്ടെങ്കിലല്ലേ വേണ്ടില്ല. ഇന്നത്തെ ഒരു പെണ്ണിന് സത്യമായിട്ട് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഭർത്താക്കന്മാർ ശരിയല്ലെങ്കിലും ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾ. ഇതെന്ത് കാട്ടിക്കൂട്ടലൊക്കെയാണ് ഈ പെണ്ണ് കാട്ടിക്കൂട്ടിയിട്ട് നടക്കുന്നത്. അയ്യോ, പറയാതിരിക്കാൻ നിവൃത്തിയിൽ. കാണുമ്പോൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ആ അസത്തിൻ്റെ മുഖം കണ്ടിട്ട് നമുക്ക് അന്ന് കഞ്ഞി പോലും കിട്ടില്ല. ഈ അസത്തിൻ്റെ ആണും പെണ്ണും കെട്ടൊരു മോന്തയും മരം മോന്തയും ഒക്കെ ആയിട്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എത്തണേ. അപ്പോൾ അവളുടെ വർത്തമാനം ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും പോകുന്നില്ല. കാരണം ഇവൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അവൾ തല മറന്നിട്ട് ഇപ്പോൾ കുണ്ടിയിലാണ് എണ്ണ തേക്കുന്നത്. നമ്മളൊക്കെ തലയിലല്ല എണ്ണ തേക്കുന്നത്, അവൾ കുണ്ടിയിൽ എണ്ണ തേച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്ടെങ്കിൽ എഴുതി അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ്. ഓക്കേ.